നമസ്കാരം. പോലീസ് മന്ത്രി പുലിയാണെങ്കിൽ പോലീസിന്റെ ഉപദേശകൻ, മന്ത്രിയുടെ ഉപദേശകൻ പുലിയാണ്. നേരത്തെ ഉപദേശകന്റെ റോളിൽ ഉണ്ടായിരുന്ന രമൺ ശ്രീവാസ്തവയിൽ നിന്നും ഹേമചന്ദ്രൻ എന്ന് പറയുന്ന മുൻ IPS ഓഫീസറിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ, അധികാരം എത്തിയപ്പോൾ ഒരു വലിയ മാറ്റം മലയാളികൾക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. അത് പറയാതിരിക്കാൻ കഴിയില്ല. നേരത്തെ രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് ഹേമചന്ദ്രൻ എന്ന് പറയുന്ന ആ IPS ഓഫീസർ സംസ്ഥാനത്തെ ഇന്റലിജൻസ് മേധാവിയായിരുന്നു. അന്ന് അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ ആഭ്യന്തര വകുപ്പിന് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് എന്നിപ്പോൾ പറയുന്നത് രമേശ് ചെന്നിത്തലയാണ്. എന്തായാലും ഇത്ര ഗംഭീരമാകും എന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. വലിയ രീതിയിൽ തന്നെ പോലീസിന്റെ ഭരണം അത് കൃത്യമായി, വളരെ വ്യക്തമായി നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. വലിയൊരു മാറ്റം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷം നമുക്ക് അനുഭവിക്കാൻ കഴിയാതിരുന്ന ഒരു സ്വാതന്ത്ര്യം, ഒരു സുരക്ഷ, അതൊക്കെ നമുക്കിപ്പോൾ അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷം സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഒരുപാട് പരാതികൾ പോലീസിനെതിരെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് സാധാരണക്കാരൻ ഹാപ്പിയാണ്. കഞ്ചാവ് മാഫിയ, മയക്കുമരുന്ന് മാഫിയ, ഗുണ്ട മാഫിയ, ഇവരൊക്കെ വലിയ പേടിയിലാണ്. ഇവരൊക്കെ പേടിപ്പിച്ചു നിർത്താൻ പോലീസിന് കഴിയുന്നുണ്ട്. അത് തന്നെയാണ് സാധാരണക്കാരന് വലിയ ആശ്വാസമായിട്ടുള്ള കാര്യം. തിരുവനന്തപുരത്തെ ഒരു ഇടതുപക്ഷ നേതാവ്, ഞാൻ ആളുടെ പേരൊന്നും പറയുന്നില്ല, ഞാനുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരു വ്യക്തിയാണ്. ഇടക്കൊക്കെ വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്, ചാനൽ ചർച്ചകളിലൊക്കെ വരാറുള്ള ഒരു നേതാവ്. അദ്ദേഹം ഇന്ന് എന്നെ വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്. ചെന്നിത്തലയുടെ പോലീസ് ഭരണം അംഗീകരിച്ചേ മതിയാകും, ഗംഭീരമാണ്, ഒരു തർക്കവുമില്ല. കഴിഞ്ഞ 10 വർഷം ഇതുപോലൊരു ഭരണം കേരളത്തിൽ നടന്നിരുന്നു എങ്കിൽ, പോലീസ് ഭരണം മാത്രം മികച്ച ഒരു ഭരണം ഉണ്ടായിരുന്നു എങ്കിൽ ഒരിക്കലും ഇടതുപക്ഷത്തിന് അധികാരത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുമായിരുന്നില്ല എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. അതൊരു പരിധിവരെ ശരിയാണ്. കഴിഞ്ഞ 10 വർഷം സംഘപരിവാർ സംഘടനകളുമായി ബന്ധമുള്ള ആളുകൾക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവർക്ക് പല കാര്യങ്ങളും നടത്തിയെടുക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ സഖാക്കളെ പോലീസ് സ്റ്റേഷനിലേക്ക് അടുപ്പിച്ചിരുന്നില്ല. ഈ ഒരു അഭിപ്രായം പരക്കെ സഖാക്കൾക്കുണ്ട്. എന്തായാലും ഇന്ന് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഹാപ്പിയാണ്, സഖാക്കൾ ഹാപ്പിയാണ്. അതേസമയം ലഹരി മാഫിയ, ഗുണ്ടാ മാഫിയ, ഇവരൊക്കെ വലിയ പേടിയിലാണ്. ഇത് പൊതുവെ സഖാക്കളുടെ ഒരു അഭിപ്രായമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. സഖാക്കൾ മാറിയിരുന്ന് കൈയടിക്കുകയാണ്. രാജ്യത്തിന് തന്നെ മാതൃകയാക്കാൻ കഴിയാവുന്ന ഒരു നീക്കമാണ് ഇന്ന് തലസ്ഥാനത്ത് നമുക്ക് കാണാനായത്, പോലീസിന്റെ ഒരു വലിയ നീക്കം. വധശ്രമ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ജാമ്യം നിഷേധിച്ച BJP കൗൺസിലർ പക്ക ഗുണ്ടയാണ്, കാപ്പ കേസ് പ്രതിയാണ്. അയാളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ആകാശത്തേക്ക് വെടിവെച്ചു. മാധ്യമങ്ങൾ പോലീസ് ആകാശത്തേക്ക് വെടിവെച്ച ഈ ഒരു സാഹചര്യം ആഭ്യന്തര മന്ത്രിയുടെ മുന്നിലേക്ക് കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം അന്വേഷിക്കാം, അല്ലെങ്കിൽ പരിശോധിക്കാം, നടപടിയെടുക്കാം എന്നൊന്നുമല്ല പറഞ്ഞത്. പോലീസിന്റെ ആത്മവീര്യം അത് ശക്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അദ്ദേഹം പറഞ്ഞത്, ആകാശത്തേക്ക് വെടിവെച്ച ആ പോലീസുകാരനെ ഞാൻ അഭിനന്ദിക്കുന്നു, ഇങ്ങനെ തന്നെയാണ് പ്രവർത്തിക്കേണ്ടത്, ഇതായിരിക്കണം പോലീസ് എന്നാണ് ചെന്നിത്തല ഇന്ന് അഭിപ്രായപ്പെട്ടത്. എന്തായാലും കേരളം ഒന്നടങ്കം പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇങ്ങനെയായിരിക്കണം പോലീസിന്റെ ഉപദേശകൻ പ്രവർത്തിക്കേണ്ടത്. ഇത്തരത്തിലൊരു ഉപദേശകൻ കഴിഞ്ഞ 10 വർഷക്കാലം ആഭ്യന്തര വകുപ്പിൽ ഇല്ലാതെ പോയതാണ് ഇടതുപക്ഷത്തിന്റെ ഏറ്റവും വലിയ പരാജയം എന്ന് അഭിപ്രായപ്പെടുന്ന ആളുകളാണ് കൂടുതലും. ഹേമചന്ദ്രൻ എന്ന് പറയുന്ന IPS ഓഫീസറെ പല സ്ഥാനങ്ങളിൽ നിന്നും മാറ്റി നിർത്തി. ADGP അജിത് കുമാറിനെ പോലുള്ള ആളുകളെ താൽക്കാലിക നേട്ടത്തിനു വേണ്ടി ഇവിടെ വിശ്വസ്തരായി കൊണ്ടുവന്നു. ഇടതുപക്ഷത്തിന്റെ വിശ്വസ്തരാണ്, വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആളുകളാണ് എന്ന രീതിയിൽ കൊണ്ടുവന്നു. അജിത് കുമാറിൽ നിന്ന് തന്നെയാണ് ഏറ്റവും വലിയ പണി ഇവിടെ സർക്കാരിന് കിട്ടിയത്. എന്തായാലും ഹേമചന്ദ്രനെ പോലുള്ള ഒരു ഉപദേശകൻ ഇപ്പോൾ പോലീസിന്റെ തലപ്പത്ത് ഉള്ളത് കൊണ്ട് സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാണ്. ഹേമചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി തൃശ്ശൂർ SP ആയിരുന്ന കാലത്ത് അദ്ദേഹത്തിന് കീഴിൽ പ്രവർത്തിച്ചിരുന്ന ചില പോലീസ് ഉദ്യോഗസ്ഥരുമായി ഞാൻ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള അനുഭവങ്ങൾ ഒന്ന് ചോദിച്ചറിഞ്ഞു. ഒരു SI ആയി റിട്ടയർ ചെയ്ത ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞത്, അന്ന് SP-യുടെ ആ പോസ്റ്റിൽ ഹേമേന്ദ്രൻ സാർ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞാനൊക്കെ ഇന്ന് ജീവനോടെ ഉള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സത്യസന്ധമായി അദ്ദേഹത്തിന്റെ ജോലി നിർവഹിച്ചതിന്റെ ഭാഗമായി പല പ്രശ്നങ്ങളും പോലീസിന് അകത്തു നിന്ന് നേരിടേണ്ടി വന്നു. എന്തായാലും അത്തരത്തിലുള്ള വിഷയങ്ങളിലൊക്കെ കൃത്യമായി ഹേമേന്ദ്രൻ സാർ ഇടപെട്ടു, അതുകൊണ്ടാണ് എനിക്ക് നിലനിൽപ്പുണ്ടായത് എന്ന് SI ആയി റിട്ടയർ ചെയ്ത ഒരു വ്യക്തി പറഞ്ഞു. DYSP റാങ്കിൽ നിന്ന് വിരമിച്ച
ഒരു മനുഷ്യനും ഇതേ അഭിപ്രായം തന്നെയാണ് എന്നോട് പങ്കുവച്ചത്. എന്തായാലും ഇവിടെ ഹേമചന്ദ്രൻ എന്ന് പറയുന്ന മുൻ DGP പോലീസിന്റെ ഉപദേശക സ്ഥാനത്തിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രത്യക്ഷമായി അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകനോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന വ്യക്തിയോ അല്ല. എന്നാൽ അദ്ദേഹത്തെ കുറിച്ച് അടുത്തറിയാവുന്ന ആളുകൾ പറയുന്നത് ഒരു ഇടതു ചിന്താഗതിക്കാരനാണ് ഹേമചന്ദ്രൻ സാർ എന്നാണ്. അദ്ദേഹം അത്തരത്തിലൊരു മനസ്സുള്ള വ്യക്തിയാണ്. മാത്രമല്ല ദീർഘകാലം സർവീസിൽ ഉണ്ടായിരുന്നിട്ടും ഒരു IPS ഓഫീസർ ആയിരുന്നിട്ടും അദ്ദേഹത്തിന്റെ ബാങ്ക് ബാലൻസ് വിരമിക്കുന്ന സമയത്തൊക്കെ 0 ബാലൻസ് എന്ന ഒരവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. അത്രമാത്രം അഴിമതി ചെയ്യാത്ത ഒരു നല്ല ഓഫീസറാണ്, ഉദ്യോഗസ്ഥനാണ് എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പലരും അഭിപ്രായപ്പെട്ടത്. ഏതായാലും ഇപ്പോഴും അദ്ദേഹത്തെ കുറിച്ച് ചില അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അഭിപ്രായങ്ങളല്ല, സത്യസന്ധമായ ചില വിവരങ്ങൾ. ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയാണ് ഇന്ന് കൃത്യമായ ഒരു കാര്യം പറഞ്ഞത്. അതായത് ഒരു പൈസ പോലും അദ്ദേഹം ഈ ഉപദേശകന്റെ റോളിൽ വന്നിരുന്നുകൊണ്ട് ശമ്പളമായി സ്വീകരിക്കുന്നില്ല. മാത്രമല്ല അദ്ദേഹത്തിന് ഒരു ഓഫീസും വേണ്ട. അങ്ങനെ ഒരു ഓഫീസ് അദ്ദേഹത്തിന് വേണ്ടി അറേഞ്ച് ചെയ്തു കൊടുത്ത് അതിന്റെ ഭാഗമായി സർക്കാരിന് ഒരു നഷ്ടം വരുത്താൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. 1 രൂപ പോലും ശമ്പളവും വാങ്ങിക്കുന്നില്ല. എന്തായാലും 1 രൂപ പോലും ശമ്പളം പറ്റാതെയാണ് അദ്ദേഹത്തിന്റെ ഒരു സേവനം പോലീസിന് വേണ്ടി അദ്ദേഹം ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ പോലീസ് മന്ത്രിക്ക് അദ്ദേഹം ഉപദേശം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ ഉപദേശത്തിൽ മലയാളികൾ 100% സംതൃപ്തരാണ്. ഒരുപാട് വീട്ടമ്മമാർ വലിയ ആശ്വാസത്തിലാണ്. ഒരുപാട് കുട്ടികൾ പിഴച്ച വഴികളിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. കഞ്ചാവിനും അതുപോലെ തന്നെ മറ്റ് ലഹരി വസ്തുക്കൾക്കുമൊക്കെ അടിമയായി പിഴച്ച വഴികളിലൂടെ സഞ്ചരിക്കുന്ന കുട്ടികളെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരുപാട് വീട്ടമ്മമാർ, ഒരുപാട് മാതാപിതാക്കൾ, അവരെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അവരുടെ അനുഭവം നേരിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. കുട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഉപദ്രവം സഹിക്കാൻ പറ്റാത്ത ഒരുപാട് മാതാപിതാക്കൾ, ഇത് പുറത്തു പറയാനും കഴിയാത്തൊരവസ്ഥ. എന്തായാലും അവരൊക്കെ വലിയ ആശ്വാസത്തിലാണ്. ലഹരി മാഫിയ ഒന്ന് പേടിച്ചിട്ടുണ്ട്. ഇതാണ് വേണ്ടത്, ഇങ്ങനെയാണ് ഭരിക്കേണ്ടത്, ഇങ്ങനെ തന്നെയാണ് ഉപദേശം കൊടുക്കേണ്ടത് എന്ന് ഇപ്പോൾ സഖാക്കൾ പോലും പറയുന്നു എന്നുള്ളതാണ്. ഒരു വലിയ മാറ്റം സഖാക്കൾക്കും ഇപ്പോൾ അനുഭവിക്കാൻ കഴിയുന്നുണ്ട്.